ഇതാണ് എൻ്റെ കൂടെ പഠിച്ച പിള്ളേരിൻ്റെ ഇരിപ്പിൻ്റെ ഉദ്ദേശം. കണ്ടില്ല, ഇത് അവിടെ പകുതി എടുത്ത് ഇവിടെ പകുതി എടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നതെന്നറിയോ? ഏത് അളവിനാക്കി വെച്ചിരിക്കുന്നു കണ്ടില്ലേ? ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഇതുപോലെ ഒരു പെണ്ണ് സിനിമേൻ്റെ ഉള്ളിലില്ലേ, സീരിയൽ നടിയായിട്ടോ അല്ല ഏതൊന്നിലോ ഇല്ലേ? അതെൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുമുണ്ട്. ഇതിന് പറയണത് ഇപ്പം എന്തിനാണ് കേട്ട് കഴിഞ്ഞാൽ, ഇത് വഴിയധാരയാണ്. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരുടെ തെമ്മാടിത്തരമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരിനെയും പറ്റിച്ച്, ഞങ്ങളുടെ കുടുംബക്കാരനെയും പറ്റിച്ച്, എല്ലാവരെയും പറ്റിപ്പിച്ചിട്ട് ഇവർ ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുകയാണ്. വെറും കള്ളന്മാരാണ്. കുറുവാ സംഘത്തിൽപ്പെട്ട പിള്ളേരും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുമാണ് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പിള്ളേരുകൾ. അറിയോ എത്ര വർഷമായെന്നറിയോ? ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. വെറും കള്ള ഗ്യാങ് ലിസ്റ്റ്, ഓൺലൈൻ തട്ടിപ്പ്, പിന്നെ ആദ്യത്തെ പണ്ടത്തെ വീട് കയറി മോഷ്ടാക്കൾ, പെണ്ണുങ്ങൾ തട്ടിപ്പ്, ആണുങ്ങൾ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പല തമ്മാടിത്തരം ചെയ്യുന്നതാണ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ച പിള്ളേരുകൾ. ഇന്ന് വരെയും വിട്ടുപോകാത്ത അട്ട് പിടിച്ചമാരെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇതെന്താണ്? ബേബി ഷാമിലിൻ്റെ പിന്നാലെ ചുറ്റുന്ന ആൾക്കാരനെ കണ്ടില്ല എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ. നോക്കിക്കോളേൻ, ഇവർക്ക് എന്താണ്? ഇവരുടെ എന്താ ഉദ്ദേശം? ഇവിടെ നിന്നാണെങ്കിൽ അതുവരെ ഷോപ്പുകൾ ഇട്ടിട്ട് പല ഷോപ്പുകൾ ഇട്ടിട്ട് ഒക്കെ അറിയണവന്മാർ എങ്ങനെ പെരുമാറണം? അറിയാത്തവരാണെങ്കിൽ അതെങ്ങനെ പെരുമാറിയിട്ട് പോട്ടെ. അറിയുന്നവരെ എങ്ങനെ പെരുമാറണം? എന്താ വയറ്റുവൈരൊക്കെ ഉണ്ടാ? അല്ല വെളിയിൽ ആൾക്കാരുടെ മുന്നിൽ അറിയാത്ത പോലെ നിന്നിട്ട് അപമാനപ്പെടുത്താൻ നോക്കുക, അറിയാണ്ട് ചോദിക്കുക. എല്ലാമേ വന്ന് ഇതാണ് ഇവരുടെ മെൻറ്റാലിറ്റി. അതായത് ഇപ്പം നടക്കുന്നതോ അല്ല ഇത് മര്യാദ തരുന്നതോ അല്ല മര്യാദ തരാതിരിക്കുന്നതോ അല്ല ചാൻസ് പറയുന്ന ഒരു സാധനം തരുന്നതോ തരാതിരിക്കുന്നതോ ഒന്നും അല്ല വിഷയം. ഈ ബേബി ഫാമിലി ആയിട്ടിരിക്കുന്ന കുട്ടിൻ്റെ പേരുകൾ ഉപയോഗിക്കുന്ന ഈ ഫാമിലികൾക്ക് എന്താണ് ഇവർക്ക് ആവശ്യം? എന്താ ഇവർക്ക് ആവശ്യം? എത്ര വർഷമായെന്ന് പറയാം നമ്മളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഒന്നും അറിയില്ല. എല്ലാം വളർത്തിയ തമിഴും വയതിലിരുന്ന് വളർത്തിയ ആൾക്കാരിൻ്റെ ടീമുകളാണ് ഇന്ന് വരയ്ക്കും. കിടതട്ട ഇസാനിയ എന്നുള്ള പേരിൽ അവസാനിച്ച പേരോടെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന എന്തൊക്കെയുണ്ടോ ആ ടീമുകളാണ്. ആ പേരോടെ അവസാനിച്ചു. പിന്നെ വേറെ ഏതിലും ഇല്ല. പിന്നെ സൗമ്യ എന്നുള്ള പേരിലാണ് ഇവിടെ പല പേര് പഠിക്കാനും പിന്നെ അങ്ങനെ പലതും ഉണ്ടായിരുന്നത്. അപ്പം ആ പേര് ഉപയോഗം മറ്റുള്ളവർക്ക്. എല്ലാ പേരും എടുത്താലും നല്ല പേരേ എടുക്കണുള്ളേ. അപ്പോൾ ഉപയോഗിക്കാനും നല്ല സുഖമാണ്. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ആടാമോ ചോദിച്ചാമോടാ പറയുന്ന മാതിരി മിണ്ടാണ്ടിരുന്ന് വാങ്ങുക. ഇതാണ് ഇവിടെ നടന്നു കൊടുക്കുന്നത്. നമ്മൾ നല്ല പേര് എടുത്ത് ആ പേര് ഉപയോഗിക്കുന്നത് മറ്റുള്ള